നമ്മളിപ്പോൾ മഹാരാഷ്ട്രയിലാണുള്ളത്. മഹാരാഷ്ട്രയിൽ പൻവേൽ, അവിടുന്ന് നമ്മളൊരു പക്ഷി സങ്കേതം കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഓട്ടോറിക്ഷയിലാണ് ഇപ്പോൾ നമ്മൾ വന്നുകൊണ്ടിരുന്നത്. ഓട്ടോറിക്ഷയിൽ 500 രൂപ ഓട്ടോറിക്ഷയ്ക്ക് വേണ്ടി വന്നു. ഇവിടെ ഈ ഒരു സ്ഥലത്ത് ഇങ്ങനെ എത്തി. കുറേ കുരങ്ങന്മാരൊക്കെ ഭാഗത്തുണ്ട്. അപ്പോൾ ഇവിടുന്ന് ഇനി നമുക്കതിനുള്ളിലേക്ക് കടക്കണം, ടിക്കറ്റൊക്കെ എടുത്തിട്ട്. ഓക്കെ, നമ്മുടെ ഫ്രണ്ട്സൊക്കെ അവർ മുന്നിൽ അങ്ങോട്ട് നടന്നു പോയിട്ടോ. അല്ല, ഞാൻ ഇൻട്രോ അവിടുന്ന് പറഞ്ഞ് ഇവിടുന്ന് ഇൻട്രോ പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ഇതിനുള്ളിൽ കയറി. ഫോറസ്റ്റ് ആണ് ഇതിനുള്ളിൽ. ബൈക്ക് കയറ്റിടോ, ബൈക്ക് അവിടെ നിർത്താൻ പോകുന്നു. അപ്പൊ ഇവിടുത്തെ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കി നോക്കാം. ഇവിടുത്തെ കാഴ്ചകൾ എന്തായാലും നമ്മൾ പൻവേൽ വന്നിട്ട് ഒരു ലൊക്കേഷൻ എങ്കിലും കാണണ്ടേ. ഇവിടെ മാപ്പ് സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതാ അവിടെ ഒരു പാറ, ഈ ഒരു സൈഡിലേക്കാണ് നമ്മൾ പോണെന്ന് തോന്നുന്നത്. ഓക്കെ, ഇവിടെ ഈ കയറുന്ന വഴിക്ക് ഇവിടെ ആയിട്ട് പാർക്ക് പോലെ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ഫോറസ്റ്റ്. എന്തായാലും ഞങ്ങൾ ശരിക്കും ഒരു വെള്ളച്ചാട്ടത്തിലേക്ക് പോകാനാണ് പ്ലാൻ ഇട്ടത്. അപ്പോൾ ഓട്ടോറിക്ഷക്കാരൻ പറഞ്ഞു അവിടെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നുമില്ല, പിന്നെ വെള്ളം കുറവായിരിക്കും, പിന്നെ അത്രയും കിലോമീറ്റർ പോയിട്ട് പിന്നെ രസമായിട്ടില്ലെങ്കിൽ. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പക്ഷി സങ്കേതം പ്ലാൻ ചെയ്തത്. അതാ പൂച്ച തന്നെയല്ലേ അത്? മറ്റേ അതിരപ്പള്ളിയിൽ ഒരാൾ അവിടെ നിന്നിട്ട് ഒരു ഹിന്ദിക്കാരൻ ഒരു സാധനം കൊണ്ടുവന്നല്ലോ. അതാ കാട്ടിൽ നിന്ന് നമ്മളൊരു കടുവയുടെ കുട്ടീനെ കണ്ടു, പെയിന്റ് മാറ്റിയത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഓക്കെ ഓക്കെ, ശരി ശരി. അങ്ങനെ നമ്മൾ ഈ കാട്ടിൽ നിന്നൊരു കടുവയെ കണ്ടിരിക്കുന്നു. കടുവ മിമിക്രി പഠിക്കണ കടുവയെ തോന്നുന്നു. പൂച്ചയുടെ സൗണ്ടൊക്കെ ഉണ്ടാക്കണത്. ആ പോണേ, എങ്ങോട്ടാ പോണത്? മെയ് അല്ല, ഏപ്രിൽ. അങ്ങനത്തെ അങ്ങോട്ടേക്കാണ് പോകാനുള്ളത്. അപ്പോൾ നടക്കാം. അപ്പോൾ ശരി കടുവ കുട്ടി, ദേ വരുന്നു. ഈ കാട്ടിലൊക്കെ ഇത് എന്ത് കിട്ടാനാ അവിടെ? അവിടെയൊക്കെ ഓരോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ആൾക്കാരുണ്ടാവും, അപ്പോൾ ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവും. അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് നടന്നിട്ട് ഇതാ ഇങ്ങോട്ട്. അവിടെ ഇവിടെ ഫോറസ്റ്റ് മൊത്തം കാടാണ്. ഇഷ്ടപ്പെട്ടു. ഇന്നലെ വേറെ ഇന്നലെ വേറെ എന്തോ. ഇവിടെ ചെറിയൊരു ബ്രിഡ്ജ്. ഇവിടെ വെള്ളം കെട്ടി നിർത്തിക്കുക. ഇപ്പുറം വെള്ളമില്ല. അപ്പൊ ഷട്ടർ ഉണ്ടോ? ഇല്ല, ഇവിടെ കരിങ്കൽ പടവാണ്. പടവ് ചെയ്തിട്ട് വെള്ളം കെട്ടി നിർത്തിക്കുക. പക്ഷികൾക്കും ഇതൊക്കെ വേണ്ടി അല്ലേ? അതാവും. അതിനു വേണ്ടിട്ട് തന്നെയാണ് ഇത് കെട്ടി നിർത്തിക്കുന്നത്. ഒഴുകി പോകണ്ടെന്ന് വിചാരിച്ചിട്ട് ഇവിടെ ബ്ലോക്ക് ആക്കിയൊക്കെയാണ്. പക്ഷെ എന്നാലും ഈ സൈഡിൽ കൂടെ ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് അടിയിൽ നിന്ന് വെള്ളം വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാ നമ്മൾ ഇങ്ങോട്ടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. അതാണ് ആ ഗൂഗിൾ പേ ഇതൊന്നും അക്സെപ്റ്റ് അല്ല എന്ന് പറഞ്ഞത്. അവർക്ക് തന്നെ ട്രാൻസാക്ഷൻ ബുദ്ധിമുട്ടായിരിക്കും. ക്യാഷ് ആണെങ്കിൽ അവർക്ക് അവരുടെ ആവശ്യങ്ങൾ നടക്കും. ശുദ്ധവായു കേട്ടോ. ഇതെന്താ? ഇറ്റ്സോറ ആർബോറിയ. എന്താ? ഈ മരത്തിനെയാണ് ഉദ്ദേശിച്ചത്. ഇതെന്താ?
മോണ്ടന മൗണ്ടൻ സീറ്റ് ത്രോൺ റൈൻ ടംബോട്ട്. ഓഹോ അതിൻ്റെ. അപ്പോൾ ഇന്നലെ നമ്മൾ രത്നഗിരിയിലായിരുന്നു. അവിടെ ഫോർട്ടിലൊക്കെ പോയി. കഴിഞ്ഞ വീഡിയോ ഒക്കെ അതായിരുന്നു. അപ്പോൾ നമ്മൾ മഹാരാഷ്ട്രയിൽ നിന്ന് രത്നഗിരിയിൽ നിന്ന് നമ്മൾ പൻവേലിലേക്ക് കയറി. ഇന്നലെ പൻവേൽ വന്നിറങ്ങി. അപ്പോൾ ഇവിടെ ഒരു സ്ഥലം എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വന്നിരിക്കുന്നത്. അവിടെ എന്താ സ്മോൾ ബ്ലൂ കിങ് ഫിഷർ നീലപ്പൊന്മാൻ. ഓക്കെ, ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ഫോറസ്റ്റ് ഏരിയ ആണ്. ഇവിടെ തന്നെ ഇപ്പോൾ ഈ വെള്ളം കുറവാണ്. അപ്പോൾ നമ്മൾ ആ വാട്ടർഫാളിൽ പോയിരുന്നെങ്കിൽ ചിലപ്പോൾ ചമ്മിയനെ അല്ലേ? ആ, അതാണെങ്കിൽ കുറേ കിലോമീറ്ററും താണ്ടി നമ്മൾ അവിടെ പോയിട്ട് ചിലപ്പോൾ ചമ്മേണ്ട അവസ്ഥ വന്നേനെ. പുലിയോ? ഇവിടെ ഉണ്ട്. പോത്താവും. ആ, ചാണകം കണ്ട്. അപ്പൊ പോത്താവും. അവിടെ എന്തോ എഴുതിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ഥലം എത്തിയപ്പോൾ ഇവിടെ വീണ്ടും കുറേ കാട്ടുപോത്തിൻ്റെ കാൽപ്പടി. ഇവിടെ വെള്ളമൊക്കെ ഉണ്ട്. അപ്പോൾ വെള്ളം കുടിക്കാനൊക്കെ വരുന്നതായിരിക്കും. അവിടെ വരും കുളി. ആ, കുളി കഴിഞ്ഞ്. ഇനി ഇന്ന് കുളിയില്ല. അയ്യോ, ഏതായാലും വന്ന്. ആ, ഇനിയിപ്പോൾ വേറൊരു ലൊക്കേഷൻ. ആ, ഇപ്പം ഈ ലെവലാണ് വെള്ളമൊക്കെ എങ്കിൽ വെള്ളച്ചാട്ടം തെരഞ്ഞു പോയാൽ നമുക്ക് ക്ഷീണമാവും ചിലപ്പോൾ. ഇവിടെയും ജൂണിലൊക്കെ തന്നെയാണ് മഴ. ഇപ്പം അത് നവംബർ ആയില്ലേ. ഇവിടെ ഉണ്ട് കേട്ടോ കാൽപ്പാട. പക്ഷികളുടെ സൗണ്ടൊക്കെ കേൾക്കുന്നു. അതന്നെ ഈ പറഞ്ഞ പോലെ പക്ഷി നിരീക്ഷകർ വന്നാൽ അവർക്ക് കാര്യം ഉണ്ടാവും. അവരിങ്ങനെ ഫോട്ടോ ഒക്കെ സൂം ചെയ്തെടുത്ത് നല്ല അവർക്ക് വലിയ സംഭവമാവും ചിലപ്പോൾ. അപ്പോൾ ഇതുവരെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, കാട് മാത്രം. അപ്പോൾ ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഒരു സ്ഥലത്തൂടെ വന്നിരിക്കുകയാണ്. ഇനി ആ വഴി അങ്ങനെ പോയി നോക്കട്ടെ. നമ്മുടെ നെല്ലിയാമ്പതി പോയാലും ഇതിലും പൈപ്പ് കിട്ടും. പക്ഷെ ഇനി എന്താ ഉള്ളതെന്ന് അറിയില്ല. അവിടെ കൂടുതലും ബേഡ്സിൻ്റെ തന്നെയാണ്. എല്ലാവരും ഇതാ കുറച്ച് നടന്ന് ടയേർഡായിട്ട് ഇതാ ഇവിടെ ഇരിക്കുകയാണ്. പിന്നെ ഇവിടുന്ന് മേലേക്ക് സ്റ്റെപ്പ് ഉണ്ട്. പിന്നെ മേലെ കയറിയോ മുകളിലേ പൊട്ട വെയിലാണ് ഇവിടെ. ഓക്കെ, ഇതിന് മുകളിൽ കയറി. കാട്ടിൽ ഇത്ര നേരം നമ്മൾ ടൗണിലൂടെ ഒക്കെ കറങ്ങി നല്ല ചീഞ്ഞ മണവും ട്രെയിനിൻ്റെ ഉൾവശമൊക്കെ ആയിട്ട് കാട്ടിലെത്തിയപ്പോൾ നല്ല ശുദ്ധമായി ശ്വസിക്കും. നമ്മളേ ആ പാറയുടെ ഫോട്ടോ കണ്ടില്ലേ? ഇറങ്ങണം. അല്ല, അത് ഇങ്ങോട്ടാണോ? പല വഴികളും ഉണ്ടല്ലോ. ആ പോലീസുകാരൊക്കെ ഫോറസ്റ്റുകാരൊക്കെ നിന്ന സ്ഥലത്ത്. അപ്പോൾ വീണ്ടും നടത്താൻ തുടരുന്നു. വീണ്ടും വല്ല നല്ല കാഴ്ചകളൊക്കെ കാണുമോ? വന്നത് വെറുതെ ആയോ? അങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുള്ള യാത്രയാണ്. പക്ഷെ ഇന്നലെ അടിപൊളി ദിവസമായിരുന്നു. നമുക്ക് രത്നഗിരി കോട്ടയും സംഭവമൊക്കെ ആയിട്ട് നമുക്ക് ഇന്നലെ നല്ലൊരു ദിവസമായിരുന്നു. ഇന്നത്തെ അവസ്ഥ ഇതുവരെ വലിയ സംഭവമായിട്ടുള്ളതൊന്നുമില്ല. ഈ കാട്ടിൽ വന്നു കാട്ടുപോത്ത്. കാട്ടുപോത്തിൻ്റെ കാൽപ്പാടുകൾ.
ഓക്കെ. അപ്പോൾ അവിടെ എന്താ കിടന്നിട്ടുണ്ട്? വെള്ളമല്ല, ആ ഇത് വലിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. ആണെങ്കിൽ ആ പാറയുടെ അവിടെയൊക്കെ പോയി ഇരുന്ന് ഫോട്ടോ എടുക്കാം. അവിടെ അങ്ങോട്ടുണ്ട് വെള്ളം ഉണ്ടെങ്കിൽ നല്ല വൈബായിരുന്നു. ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് കുളിച്ചാലും നല്ല വെള്ളമായിരിക്കും. പാറ കാലുള്ളതാണ്. എന്ത് സൗണ്ട് കേൾക്കും? കാണില്ല. ഇനി കുറച്ച് നേരം ബാഗത്തെ അങ്ങോട്ട് കയറി അങ്ങനെ വഴിയാണോ അതോ റിട്ടേൺ ഇങ്ങനെ വരികയാണോ? തബലക്ക് മഷിയിടുന്ന കല്ലാണെന്നാണ് കുട്ടാപ്പു പറയുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടതുണ്ട് അല്ലേ? അല്ല അല്ലേ? കീടക്കല്ല് അതുപോലെ ഉണ്ട് കാണുമ്പോൾ. അപ്പം അങ്ങനത്തെ കല്ലാണ് തബലക്ക് മഷിയിടുന്നതോ എന്നാണ് പറയുന്നത്. നമുക്ക് ഉറപ്പില്ല, ഇതൊക്കെ ഒരാൾ പറഞ്ഞ് കേട്ടറിവാണ്. അപ്പോൾ അത് എത്രത്തോളം സത്യമാണെന്ന് അറിയില്ല. നമ്മളിപ്പോൾ ഇവിടുന്ന് വീണ്ടും ബാഗ് എടുത്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത്, ഇവിടെ വെള്ളം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ കുളിക്കാനുള്ള പരിപാടിയായിരുന്നു. അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഞങ്ങളുടെ സൈഡിലേക്കൊരു വഴിയുണ്ട്, ആ വഴിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഒക്കെ എടുത്തില്ലേ? ഓക്കെ. ഇവിടെ നിങ്ങോട്ട് അവിടെ നിങ്ങോട്ട് അവർക്ക് എന്താല്ലേ ഇപ്പൊ ഈ വെള്ളം അവസാനിക്കുന്നതോറും അവർ മരിച്ചുകൊണ്ടിരിക്കല്ലേ. അപ്പോഴേക്കും അടുത്ത മഴ പെയ്തിട്ടോ എങ്ങനെ വേറെ രീതിയിൽ വെള്ളത്തിട്ടൊക്കെയാണ് ഇത് വീണ്ടും അങ്ങോട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കണം. അവിടെ എന്താ കൊതുകുണ്ട്. അയ്യോ അയ്യോ ഫോറസ്റ്റ്. കൊതുക് അടിച്ചിട്ട് ഒരു വിധായി ആണ്. ഞാൻ ഈ ട്രൗസറല്ലേ, അത് പാൻ്റായ കാരണം പിന്നെ നോക്കും. അയ്യോ അപ്പോൾ ആ വഴി നമ്മൾ അങ്ങോട്ട് പോയില്ല, തിരിച്ച് വന്ന വഴി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഘോരവനാന്തരം. വെള്ളം കഴിഞ്ഞു. ഇനി അതിന് മേലേക്ക് പോയാൽ പിന്നെ കുടിക്കാൻ വെള്ളമൊന്നും കിട്ടാതെ പിന്നെ ആകെ സീനാവും. പിന്നെ അപ്പോൾ അതുകൊണ്ട് അങ്ങോട്ട് പിന്നെ വലിയ രീതിയിൽ വഴിയുമില്ല. അപ്പോൾ നമ്മളിങ്ങോട്ട് തന്നെ തിരിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇനി ഇവിടെ എന്താ നോക്കി നോക്കാം. എന്താ ഒരു കല്ലല്ലേ? വെള്ളാരം കല്ലോ? മനുഷ്യമൃഗമോ? വില കൂടിയ കല്ല്. അങ്ങനെ ഇപ്പോൾ തിരിച്ച് നമ്മൾ അങ്ങോട്ട് തന്നെ തിരിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, ഒരു ഫോറസ്റ്റ് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് ശുദ്ധമായി ശ്വസിച്ച് വല്ലാതെ കാണാനുള്ള സംഭവമൊന്നും ഇല്ല ഇവിടെ. എന്നാലും നമ്മൾ കാട്ടിൽ വന്നു. കൂടുതൽ നമ്മൾ സിറ്റി കൂടെയൊക്കെ കറങ്ങി നടന്ന് വായു മലിനീകരണവും. അത് ഡൽഹിയിലൊക്കെ ഇപ്പോൾ പ്രശ്നമാണ്. ഡൽഹിയിൽ ഇപ്പോൾ സീനാണല്ലോ. അവിടെ വായു മലിനീകരണവും തണുപ്പും എല്ലാം കൂടി ആൾക്കാരൊക്കെ ആകെ മാസ്ക് ഇട്ട് നടക്കുന്നത്. അല്ല, അവിടെ എന്താ ഈ കർഷകരെന്താ വൈക്കോല് കത്തിക്കുക അങ്ങനെ എന്താ സംഭവം ഉണ്ടേ? വൈക്കോല് കത്തിക്കൽ നിർത്താതെ അതിൻ്റെ പുക അന്തരീക്ഷത്തിൽ അവിടെ ആകെ സീനാണ്. ഇപ്പോൾ 2 ദിവസം മുന്നേ ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ തണുപ്പ് ഇതായപ്പോൾ അതിൻ്റെ ഇത് പുക പുറത്തു പോയില്ല. അങ്ങനെ പ്രശ്നമാണ്. അങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി. വലിയ വലിയ ബിൽഡിങ്ങിലായില്ലേ മഞ്ഞ് പുക പുറത്തു പോകുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ വണ്ടികൾ എത്രയോ കൂടുന്നു. അതിൻ്റെ പൊല്യൂഷൻ ഓരോ കൊല്ലം കഴിയുന്നതോറും ഓരോ വീട്ടിൽ നിന്നും എത്ര വണ്ടി ഇറങ്ങണ്. ശരിക്കൊരു ഭാരത് ബന്ധൊക്കെ വെക്കണം ഇതിനായിട്ട്. പൊല്യൂഷൻ ഹർത്താൽ പോലെ. നല്ലതല്ലേ? ഒരു ദിവസം വണ്ടി ഓടില്ലെങ്കിൽ എത്ര പൊല്യൂഷൻ കുറയും. ഒട്ടുമിക്ക സ്റ്റേറ്റും ഹർത്താലാകുക. എന്ത് ചെരുപ്പൊട്ടി ഇവിടുന്ന് ഇങ്ങോട്ടല്ലേ? ഓക്കെ, ഇങ്ങോട്ടാണ് പോകേണ്ടത്. അങ്ങനെ എന്താ വീണ്ടും നടന്ന് ആ ഒരു പാലത്തിൻ്റെ അവിടെ തന്നെ എത്തി. വെള്ളമൊക്കെ കഴിഞ്ഞാൽ ഇവിടുന്ന് വെള്ളമൊക്കെ ഫില്ല് ചെയ്യണം ബാഗിൽ, കുപ്പിയിൽ, ബാഗിലല്ല. അതിൻ്റെ അപ്പുറമൊന്നുമില്ല, കണ്ടാൽ അറിയാം. അതുകൊണ്ടാണ്. ഇവിടുന്ന് ഇങ്ങനെ വഴി പോയിട്ടാണ് വേ ടു കർണാള ഫോർട്ട്. എനിക്ക് തോന്നുന്നു ആ ഫോട്ടോയിലൊക്കെ കാണുന്ന ആ പാറ പോലത്തെ സംഭവമില്ലേ, അത് ഈ റൂട്ടാണ്. പക്ഷെ ഞാനവിടെ ഒരു ബൈനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞ് 4 കിലോമീറ്റർ അങ്ങോട്ട് പോകാണ്ട്, ഉള്ളിലേക്ക് പോകാനുണ്ട്. 2 മണിക്കൂറോളം വേണ്ടി വരും. ഇതാ അങ്ങനെ മേലേക്ക്. പിന്നെ എന്താണെന്ന് വെച്ചാൽ വലിയൊരു സുഖമൊന്നുമില്ല. നമ്മളിപ്പോൾ കണ്ട അതേപോലെ കാടൊക്കെ തന്നെയാണ്. ഏറ്റവും ടോപ്പിൽ ചെന്നാൽ ആ പാറ പോലത്തെ സംഭവം കാണാം. അതന്നെ, നമ്മൾ പിന്നെ അങ്ങോട്ട് പോകണ്ടെന്നുള്ള പ്ലാനിലാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡ് കഴിച്ച് ഇപ്പോൾ തിരിച്ചതാ പോവുകയാണ്. പിന്നെ വലിയ സംഭവമായിട്ടുള്ളൊന്നുമില്ല. കുറച്ച് കാട്ടിക്കൂടെയൊക്കെ നടക്കുക. പിന്നെ മഴക്കാലം കാട്ടുപോത്തിൻ്റെ ഒക്കെ കാൽപ്പാട് കാണാം. അതൊന്നുമില്ല ഒക്കെ. പിന്നെ വെള്ളമൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമുക്ക് വെള്ളച്ചാട്ടത്തിലൊക്കെ നല്ല വെള്ളം ഉണ്ടാവും. ഇവിടെ തിരിച്ചിറങ്ങുമ്പോൾ പാർക്ക് കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അവരെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഈ മഹാരാഷ്ട്രയിലെ പനവേലിനടുത്തുള്ള എന്ത് ബേഡ്സാണ്? കനകവലേ അങ്ങനെ എന്തോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് പക്ഷി സങ്കേതം മഹാരാഷ്ട്രയിലെ ഈ പനവേലിനടുത്തുള്ള ഈ കാഴ്ചകളൊക്കെ. ഓക്കെ, അപ്പോൾ നമ്മളിവിടുന്ന് പോവുകയാണ്. അടുത്തൊരു ലൊക്കേഷൻ പിടിക്കാമെന്ന് വിചാരിച്ചു. ഇന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിന് പോകാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.